ആൻഡ് വെൽക്കം ബാക്ക് ടു സൈലം ലേണിംഗ്. ഇറ്റ്സ് മീ മുഹമ്മദ് ഷഫീഖ് വി കെമിസ്ട്രി ടീച്ചർ. മക്കളെ, നാളത്തെ എക്സാം നമുക്ക് അടിപൊളിയായിട്ട് എഴുതേണ്ടതുണ്ട്, നല്ല ഉഷാറായിട്ട് തന്നെ എഴുതേണ്ടതുണ്ട്. സോ അതിലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചാപ്റ്റർ ഏതാണെന്ന് വെച്ചാൽ നിങ്ങളുടെ ലാസ്റ്റ് ചാപ്റ്റർ, 8ാമത്തെ ചാപ്റ്റർ ഓർഗാനിക് കെമിസ്ട്രി, കാർബണിക രസതന്ത്രം എന്ന് പറഞ്ഞ ചാപ്റ്ററാണ്. ഒരുപാട് കുട്ടികൾ സാർ ഇതിലുള്ള ചോദ്യങ്ങൾ എങ്ങനെ അറ്റൻഡ് ചെയ്യുക? മക്കളെ, ചോദ്യങ്ങൾ അറ്റൻഡ് ചെയ്യുന്നത് വളരെ കൃത്യമായിട്ട് ഇന്നത്തെ ലൈവിൽ പറഞ്ഞു തരുന്നുണ്ട്. സോ എല്ലാവരും അങ്ങോട്ട് പോരുക കേട്ടോ. ഓക്കെ, നമുക്ക് നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൽ എന്നുള്ള ഒരു ക്വസ്റ്റ്യൻ വെച്ചിട്ട് സാർ അതിൻ്റെ ഇമ്പോർട്ടൻസ് മക്കൾക്ക് പറഞ്ഞു തരാം കേട്ടോ. ഓക്കെ, എന്താ മറ്റൊന്നുമല്ലടാ, നോക്കിക്കേ, ഇവിടെ നിങ്ങൾക്ക് ഒരു ക്വസ്റ്റ്യൻ കാണാം. ദ സ്ട്രക്ചറൽ ഫോർമുല ഓഫ് ഹൈഡ്രോ കാർബൺ ഈസ് ഗിവൺ ബിലോ എന്ന് പറഞ്ഞിട്ട് CH2 ഡബിൾ ബോണ്ട് CH2 CH3 എന്ന് പറഞ്ഞിട്ട് തന്നിട്ടുണ്ട്. ഓക്കെ, ഒരു ഹൈഡ്രോ കാർബൺ തന്നിട്ടുണ്ട്. റൈറ്റ് ദ മോളിക്കുലാർ ഫോർമുല ഓഫ് ദിസ് കോമ്പൗണ്ട്. ഈ സംയുക്തത്തിൻ്റെ രാസസൂത്രം എഴുതുക. എങ്ങനെ രാസസൂത്രം എഴുതുക മക്കളെ? അതായത് നമുക്ക് എത്ര കാർബൺ ആറ്റങ്ങളുണ്ട്, എത്ര ഹൈഡ്രജൻ ആറ്റങ്ങളുണ്ട് നമ്മൾ നോക്കിയിട്ട് എഴുതുന്നതിനെയാണ് നമ്മൾ രാസസൂത്രം അതല്ലെങ്കിൽ മോളിക്കുലാർ ഫോർമുല പറയുന്നത്. അപ്പോൾ ഇവിടെ 1 2 3 4 കാർബൺ ആറ്റങ്ങളാണുള്ളത്. അപ്പോൾ C4 എന്ന് എഴുതാം അല്ലേടാ. ഓക്കെ, 4 കാർബൺ ആറ്റങ്ങളാകുമ്പോൾ നമുക്ക് എന്ത് എഴുതാം? C4 എന്ന് എഴുതാം. ഹൈഡ്രജൻ എത്ര എണ്ണം ഉണ്ട്? 2 3 3 3 2 5 5 3 8 ഹൈഡ്രജൻസ് ഉണ്ട് അല്ലേ മക്കളെ? ഓക്കെ, 8 ഹൈഡ്രജൻസ് ഉണ്ട്. അടുത്ത ചോദ്യം എന്താണെന്ന് വെച്ചാൽ ഡ്രോ ദ സ്ട്രക്ചർ ഓഫ് എ സൈക്ലിക് കോമ്പൗണ്ട് വിത്ത് ദ സെയിം മോളിക്കുലാർ ഫോർമുല. ഇതേ തന്മാത്രാവാക്യമുള്ള ഒരു വലയ സംയുക്തം നമ്മളോട് വരയ്ക്കാൻ പറയുന്നുണ്ട്. അവിടെയാണ് നമ്മൾ കൺസെപ്റ്റ്, ട്രിക്ക് എന്ന് പറയാൻ പറ്റില്ല, കൺസെപ്റ്റ് നമുക്ക് പഠിച്ചു വെക്കേണ്ടത്. എന്താണെന്ന് സാറ് പറഞ്ഞുതരാം. മക്കളെ, നിങ്ങൾ ആലോചിക്കുക, നമ്മൾ ഹോമോലോഗസ് സീരീസ് പഠിക്കുന്നുണ്ട് അല്ലേ? നമുക്കറിയാം ആൽക്കൈനുകളുണ്ട്. ഓക്കെ, അതേപോലെ തന്നെ ആരുണ്ടടാ? ആൽക്കീനുകളുണ്ട്. അതേപോലെ ആരുണ്ടടാ? ആൽക്കൈനുകളുണ്ട്. ഇങ്ങനെ 3 ടീമുണ്ട് നമുക്കൊക്കെ അറിയാലോ. ആൽക്കൈൻ, ആൽക്കീൻ, ആൽക്കൈൻ. ഈ 3 എണ്ണത്തിൽ മക്കൾ പറയണം. നോക്കിക്കേ, ഇതിൽ ആൽക്കൈൻ എന്ന് പറയുമ്പോൾ CnH2n+2 എന്ന ജനറൽ ഫോർമുലയാണ് നമുക്കൊക്കെ അറിയാം. ആൽക്കീൻ എന്ന് പറയുമ്പോൾ CnH2n എന്ന ജനറൽ ഫോർമുലയാണ് നമുക്കൊക്കെ അറിയാം. എന്നാൽ ആൽക്കൈൻ എന്ന് പറയുമ്പോൾ CnH2n-2 എന്ന ജനറൽ ഫോർമുല നിങ്ങൾക്കറിയാം. ഇത് ഇമ്പോർട്ടൻ്റ് ആണ്, നിങ്ങൾ പഠിച്ചിരിക്കണം. മക്കൾക്ക് മറ്റൊരു റിലേഷൻ കൂടി സാറ് പറഞ്ഞുതരാം. എന്താണ് റിലേഷൻ എന്നറിയോ? വലയ സംയുക്തവും ഈ പറയുന്ന ചെയിനും തമ്മിലുള്ളൊരു ബന്ധമുണ്ട്. അതാണ് സാറ് പറയാൻ ഉദ്ദേശിക്കുന്നത്. ഷുവറായിട്ടും നാളെ നിങ്ങൾക്ക് ഈ ഏരിയയിൽ നിന്നുള്ളൊരു ചോദ്യം നിങ്ങൾക്ക് പ്രതീക്ഷിക്കാവുന്നതാണ്. എന്താണെന്ന് ചോദിച്ചാൽ, ഇപ്പോൾ ഒരു എക്സാമ്പിളിന് സാർ ഒരു വലയ സംയുക്തം വരയ്ക്കുകയാണ് കേട്ടോ. ഓക്കെ, സാർ ഒരു വലയ സംയുക്തം വരയ്ക്കാം. ഈ വലയ സംയുക്തം ഏതാണെന്ന് ചോദിച്ചാൽ സൈക്ലോ ഹെക്സൈൻ ആണ് ഇപ്പോൾ സാറ് വരയ്ക്കുന്നത്. 6 കാർബണുള്ള ഒരു വലയ സംയുക്തം സാറ് വരയ്ക്കുകയാണ്. 6 കാർബണുള്ള ഒരു വലയ സംയുക്തം വരയ്ക്കുകയാണെങ്കിൽ നോക്കിക്കേ, ഇതാ ഇങ്ങനെ വരച്ച് പോകാം നമുക്ക് അല്ലേ. 6 കാർബണുള്ള ഒരു വലയ സംയുക്തം എന്ന് പറഞ്ഞാൽ സൈക്ലിക് കോമ്പൗണ്ട് എന്ന് പറഞ്ഞാൽ ആരാണിത്? സൈക്ലോ ഹെക്സൈൻ ആണ്. ബെൻസീൻ ആണെന്ന് തെറ്റിദ്ധരിക്കരുത് കേട്ടോ. എന്താണ്? സൈക്ലോ ഹെക്സൈൻ ആണ്. ഓക്കെ, പേരിടണം നോക്കുമ്പോൾ പറയാം. അപ്പോൾ ഇതിൻ്റെ മോളിക്കുലാർ ഫോർമുല നോക്കുമ്പോൾ നിങ്ങൾ നോക്കിയ 6 കാർബണും ഓരോ കാർബണും 2 ഹൈഡ്രജൻ വീതം C6H12 എന്നാണ്. അപ്പോൾ മക്കൾ ഇവിടെ ശ്രദ്ധിച്ചാൽ മനസ്സിലാകും, ഇവിടെ C6H12 എന്ന് പറയുമ്പോൾ 6ഉം അതിൻ്റെ ഇരട്ടിയുമാണ് അവിടെ ഉള്ളത്. ശരിക്കും ഈ പറയുന്നത് ഏതുപോലെയാണ്? ആൽക്കീനുകളെ പോലെയല്ലേ മക്കളെ? അതായത് ഡബിൾ ബോണ്ടുള്ള ദിബന്ധനമുള്ള ആൽക്കീനുകൾക്കാണ് നോക്കിക്കേ കാർബണിൻ്റെ എണ്ണത്തിൻ്റെ നേരെ ഡബിൾ എന്തുണ്ടാവുക? ഹൈഡ്രജൻ്റെ എണ്ണം ഉണ്ടാവുക. അപ്പോൾ കണക്ഷൻ മനസ്സിലാക്കി വെക്കുക. നമ്മൾ സൈക്ലിക് കോമ്പൗണ്ട് വരയ്ക്കുന്നത്, വലയ സംയുക്തം വരയ്ക്കുന്നത് ഒരു ആൽക്കൈൻ ആണെങ്കിൽ, അതായത് സിംഗിൾ ബോണ്ട് മാത്രമുള്ള വലയ സംയുക്തമാണ് വരയ്ക്കുന്നതെങ്കിൽ അതേ തന്മാത്രാവാക്യമുള്ള ചെയിൻ കിട്ടാൻ എന്തെടുത്താൽ മതി? അതിൻ്റെ ആൽക്കീൻ, അതായത് ഡബിൾ ബോണ്ട് എടുത്താൽ മതി. ഇത് ആൽക്കൈൻ ആണെങ്കിൽ സൈക്ലോ ആൽക്കൈൻ ആണെങ്കിൽ അത് ആരുമായിട്ടായിരിക്കും സാമ്യത കാണിക്കുക? ആൽക്കീൻ എന്ന ചെയിനുമായിട്ടായിരിക്കും സാമ്യത കാണിക്കുക. ഓക്കെ, സാർ ഒന്നുകൂടി പറയാം. നോക്കിക്കേ മക്കളെ, ഇതിൽ 6 കാർബൺ ഉണ്ട്. അപ്പോൾ സാർ 6 കാർബൺ നേരെ ഇടുകയാണ്. ഓക്കെ, 6 കാർബൺ ഇട്ടോ. 6 കാർബൺ ഇട്ടു. ഓക്കെ, റെഡി. അപ്പോൾ ഈ 6 കാർബണിൽ ആൽക്കീൻ ആകുമ്പോൾ എവിടെയെങ്കിലും ഒരു ഡബിൾ ബോണ്ട് ഉണ്ടാവും. ഇഷ്ടമുള്ള സ്ഥലത്ത് നിങ്ങൾക്ക് കൊടുക്കാം. സാറ് ഇവിടെ കൊടുക്കുന്നു, ബാക്കിയൊക്കെ സിംഗിൾ ബോണ്ടുകളോട് കൊടുക്കുന്നു. അങ്ങനെയാണെങ്കിൽ ഇവിടെയൊക്കെ 3 ഹൈഡ്രജൻ വീതം ഇങ്ങനെ ഈ 3 2 ഇവിടെയും 2 ഹൈഡ്രജൻ, ഇവിടെയും 2 ഹൈഡ്രജൻ, ഇവിടെ 1 ഹൈഡ്രജൻ, ഇവിടെ 2 ഹൈഡ്രജൻ. എങ്ങനെയാണ് ഹൈഡ്രജൻ കൊടുക്കാമെന്നൊക്കെ വളരെ കൃത്യമായിട്ട് നമ്മൾ പഠിപ്പിച്ചു തന്നിട്ടുണ്ട് കേട്ടോ. ഓക്കെ, അപ്പോൾ ഇങ്ങനെ കൊടുത്തു കഴിയുമ്പോൾ ഇതിൻ്റെ പേരെന്താ? ഇതിൻ്റെ പേരാണ് ഹെക്സീൻ. എന്താ പറയുക? ഹെക്സ്, 6 കാർബൺ, ENE ഡബിൾ ബോണ്ട് ഉണ്ടായതുകൊണ്ട്. മക്കൾക്കൊന്ന് എണ്ണി നോക്കിയാൽ മനസ്സിലാകും എത്ര കാർബൺ ഉണ്ട് ഇവിടെ. 1 2 3 4 5 6 6 കാർബൺ ഉണ്ടല്ലോ. ഉണ്ട്. എത്ര ഹൈഡ്രജൻ ഉണ്ട്? 2 3 3 3 2 5 5 2 7 7 2 9 9 3 12 ഹൈഡ്രജൻ.
ഹൈഡ്രജൻ. കണ്ടോ? അപ്പോൾ സൈക്ലോഹെക്സൈൻ ഇതിൻ്റെ പേരെന്തായിരുന്നു? ഈ സൈക്ലിക് കോമ്പൗണ്ടിൻ്റെ പേരെന്തായിരുന്നു? സൈക്ലോഹെക്സൈൻ എന്ന്. സൈക്ലോഹെക്സൈനുമായി അതേ മോളിക്കുലാർ ഫോർമുല തന്മാത്രാ സൂത്രമുള്ളത് ആർക്കാണ്? ഹെക്സീനാണ്. അപ്പോൾ സൈക്ലോഹെക്സൈൻ ആണെങ്കിൽ ഹെക്സീനുമായിട്ടായിരിക്കും ബന്ധം ഉണ്ടാവുക. ഓക്കെ, ഇനിയിപ്പോൾ സാറ് നിങ്ങളോട് ചോദിക്കുന്ന ഈ ചോദ്യത്തിന് ഉത്തരം പറഞ്ഞേടാ. നോക്കിക്കേ, ഇവിടെ എന്താ ചോദിച്ചിട്ടുള്ളത്? ഇവിടെയുള്ളത് എന്താണെന്ന് ആദ്യം നോക്കാം. നമ്മൾ എത്ര കാർബൺ ഉണ്ട്? 4 കാർബൺ. അപ്പോൾ മക്കളെ നേരെ തിരിച്ചാലോചിക്കട്ടോ. ഇവിടെ എത്ര കാർബണാ? 4 കാർബൺ ഉണ്ട്, ഒരു ദിബന്ധൻ ഉണ്ട്, അതുകൊണ്ട് ബ്യൂട്ടീനാണിത്. ഇതേ തന്മാത്രാവാക്യം വരുന്ന ഒരു സൈക്ലിക് കോമ്പൗണ്ട് വരയ്ക്കാൻ പറഞ്ഞാൽ മക്കൾ എന്താ തിരിച്ചാലോചിക്കുക. സാറെന്താ ഇവിടെ പറഞ്ഞത്? നോക്കിക്കേ, സൈക്ലോ ആൽക്കൈൻ ആകുമ്പോൾ ആൽക്കീനാണ് അതിൻ്റെ ചെയിനായിട്ട് വരിക. ഇനി നേരെ തിരിച്ച് പറയും, ആൽക്കീൻ ആണെങ്കിൽ അതിൻ്റെ സൈക്ലിക് സംയുക്തം, അതിൻ്റെ വലയ സംയുക്തം എന്തായിരിക്കും? ആൽക്കൈൻ ആയിരിക്കും. അതാണ് ആ ഒരു ഐഡിയയാണ് നമ്മളിവിടെ എടുക്കേണ്ടത്. ബ്യൂട്ടീൻ ആണെങ്കിൽ നമ്മൾ അതിൻ്റെ അതേ ഫോർമുല വരുന്ന സൈക്ലിക് സംയുക്തം അതല്ലെങ്കിൽ വലയ സംയുക്തം ഏതായിരിക്കും മക്കളെ? സൈക്ലോബ്യൂട്ടൈൻ ആയിരിക്കും. നോക്കണേ മക്കളെ, ഇതാ സാർ ഇവിടെ കാണിച്ചു തരാം. നമുക്ക് തന്ന സംയുക്ത പദമാണ് CH2 CH3 ഇതാണ് തന്നിട്ടുള്ള സംയുക്തം. അപ്പോൾ ഇതിൻ്റെ മക്കൾ എഴുതി നോക്കിയേ, C4H8 നമുക്ക് കിട്ടും. ഇനി മക്കൾ എന്ത് ചെയ്യുക? 4 കാർബണുള്ള വലയ സംയുക്തം സിംഗിൾ ബോണ്ടിൽ വരയ്ക്കുക. കാരണം എന്താ? ഇവിടെ ഡബിൾ ബോണ്ട് ഉണ്ട്. അപ്പോൾ വലയ സംയുക്തത്തിലേക്ക് പോകുമ്പോൾ ഒരു ബോണ്ട് കുറയണം, തിരിച്ചു പോകുമ്പോൾ ഒരു ബോണ്ട് കൂടണം. അങ്ങനെ പഠിച്ചു വെക്കാം കേട്ടോ. ഓക്കെ, അപ്പോൾ മക്കളെ ഇങ്ങനെ വരച്ച് ഓരോ കാർബണും എത്ര ഹൈഡ്രജൻ വേണം നോക്കിയാൽ മക്കൾക്ക് മനസ്സിലാവും. ഓരോ കാർബണും 2 ഹൈഡ്രജൻ വീതം വേണം എന്നുള്ളത് മക്കൾക്ക് മനസ്സിലാകും. ഓക്കെ, റെഡി? വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടൊരു കൺസെപ്റ്റാണിത്. ഇത് കേട്ടാൽ നമുക്ക് എന്ത് ചെയ്യാം? നിങ്ങൾക്ക് ഒരു പക്ഷേ വളരെ പ്രശ്നമുള്ള പോലെ തോന്നും. പക്ഷേ ഇത് ശരിക്കും എന്താണ്? എളുപ്പമാണ് കേട്ടോ മക്കളെ. നോക്കിയേ, ഇതിൻ്റെ പേരെന്താ? ഇതിൻ്റെ പേര് ബ്യൂട്ടീൻ എന്നാണ്. എന്നാൽ ഇതിൻ്റെ പേരെന്താ? ANE എന്നാണ്. ഓക്കെ, സൈക്ലോബ്യൂട്ടൈൻ ആണ്. മക്കൾ എണ്ണി നോക്ക്, 1 2 3 4 4 കാർബൺ. ഓരോ കാർബണും 2 ഹൈഡ്രജൻ വീതം ഉണ്ടെങ്കിൽ അതിൻ്റെ മോളിക്കുലാർ ഫോർമുല എന്താണ്? C4H10 ആണ്. അപ്പോൾ തമ്മിൽ സിമിലർ ആണ്, സെയിം ആണ്. അപ്പോൾ ഈ ഒരു രൂപത്തിലുള്ള ചോദ്യം നിങ്ങൾ എന്തായാലും നിങ്ങളുടെ എക്സാമിന് പ്രതീക്ഷിക്കണം കേട്ടോ മക്കളെ. ഇനി എന്താണ്? ഇനി ഇവിടെ തന്നിട്ടുള്ളത് ദ സ്ട്രക്ചർ ഓഫ് 2 ഓർഗാനിക് കോമ്പൗണ്ട്സ് ആർ ഗിവൺ ബിലോ എന്ന് പറഞ്ഞിട്ട് തന്നിട്ടുണ്ട്. ഇതിൽ A എന്താ ബി എന്താ നമ്മൾ പറഞ്ഞു കൊടുക്കാം മക്കളെ. ഈ A എന്ന് പറയുന്നത് മക്കൾ കണ്ടോ, ആൾട്ടർനേറ്റീവ് ഡബിൾ ബോണ്ട് ഉണ്ട്, ഒന്നിടവിട്ട നിബന്ധനകളുണ്ട്. ഇതിൽ നിബന്ധനൊന്നുമില്ല. രണ്ടും സൈക്ലിക് കോമ്പൗണ്ടാണ്, വലയ സംയുക്തമാണ്. പക്ഷേ ഇത് സൈക്ലോഹെക്സൈൻ ആണ്. ഇതെന്താണ് മക്കളെ? സൈക്ലോഹെക്സൈൻ ആണ് ഈ സംയുക്തം ബി എന്ന് പറയുന്നത്. എന്നാൽ ഇവൻ്റെ പേരെന്താ? ഈ എയുടെ പേരെന്താ? ഈ A എന്ന് പറയുന്നത് മക്കളെ എന്താണ്? ബെൻസീനാണ്. എന്താ? ബെൻസീനാണ്. അപ്പോൾ ആ സംയുക്തങ്ങൾ തമ്മിൽ പരസ്പരം മാറിപ്പോകരുത്. ബെൻസീനിൻ്റെ പ്രത്യേകത എന്താ? അതൊരു അരോമാറ്റിക് സംയുക്തമാണ്, അതായത് അരോമാറ്റിക് കോമ്പൗണ്ടാണ്. അതിന് പ്രത്യേക സ്മെല്ലുണ്ടാകും അല്ലേ? നമ്മൾ 2 ടൈപ്പ് അരോമാറ്റിക് കോമ്പൗണ്ടാണ് പഠിക്കുന്നത്, ബെൻസീനും നാഫ്തലീനുമാണ്. അപ്പോൾ ബെൻസീൻ ഒരു അരോമാറ്റിക് കോമ്പൗണ്ടാണ്. അതിലെന്താ പ്രത്യേകത? സൈക്ലോഹെക്സൈനിൽ തന്നെ ഒന്നിടവിട്ട ഡബിൾ ബോണ്ട് ഉണ്ടായിരിക്കും. അതായത് ഒരു ഡബിൾ ബോണ്ട് ഇട്ടാൽ പിന്നെ ഡബിൾ ബോണ്ട് അങ്ങനെ ഡബിൾ ബോണ്ടുകൾ ഉണ്ടായിരിക്കും. എന്നാൽ സൈക്ലോഹെക്സൈൻ എന്ന് പറയുമ്പോഴോ അതിൽ ഡബിൾ ബോണ്ടുകളൊന്നും തന്നെ ഇല്ല. ഓരോ കാർബണും 2 ഹൈഡ്രജൻ വീതം ഉണ്ടാവും, ബെൻസീനിൽ 1 ഹൈഡ്രജൻ ഉണ്ടാവുള്ളൂ. അപ്പോൾ നമ്മളിത് നമ്മളോട് കമ്പയർ ചെയ്യാൻ പറഞ്ഞിട്ട് യു ഹാവ് സീൻ ദാറ്റ് ദ നമ്പർ ഓഫ് കാർബൺ കോമ്പൗണ്ട്സ് ഈസ് വെരി ഹൈ. ലിസ്റ്റ് ദ റീസൺ ഫോർ ദിസ്. കാർബൺ സംയുക്തങ്ങളുടെ എണ്ണം വളരെ കൂടുതലാണെന്ന് മനസ്സിലായി. എന്താ അതിനുള്ള കാരണമെന്ന് ചോദിച്ചാൽ, കാർബണിൻ്റെ സംയുക്തങ്ങൾ കൂടാനുള്ള കാരണം നിങ്ങളോട് പരീക്ഷയ്ക്ക് ചോദിക്കുകയാണെങ്കിൽ മക്കളെ പറയാം. ഒന്നാമതായിട്ട് കാർബണിൻ്റെ വാലൻസി 4 ആണ്, കാർബണിൻ്റെ സംയോജകത 4 ആണ് എന്ന് എഴുതി വെക്കണം. മറ്റൊന്നെന്താണ്? കാർബണിന് 4 സഹസംയോജക ബന്ധനങ്ങൾ ഉണ്ടാക്കാൻ സാധിക്കും. കാർബൺ ഫോം 4 കോവാലന്റ് ബോണ്ട്സ്. പിന്നെന്താണ്? കാർബണിന് മറ്റൊരു കപ്പാസിറ്റിയാണ് കാറ്റനേഷൻ. എന്തായിരുന്നു? കാറ്റനേഷൻ. ഓർമ്മയില്ലേ? എന്താ? ഒരു കാർബൺ എത്ര കാർബണുമായിട്ട് വേണമെങ്കിലും ചേർന്ന് സെൽഫ് ലിങ്കിങ് ആയിട്ട് പോകാം. ഓക്കെ, ഇതൊക്കെ ഈ ഒരു കാരണങ്ങളൊക്കെ കൊണ്ടൊക്കെ തന്നെയാണ് കാർബൺ ഒരുപാട് സംയുക്തങ്ങൾ ഉണ്ടാക്കാനുള്ള കാരണം. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഏരിയ ആണ് ഈ ഒരു ചുരുങ്ങിയ സമയം കൊണ്ട് നമ്മൾ ചർച്ച ചെയ്തത്. ഇതുമായി ബന്ധപ്പെട്ട കൂടുതൽ ചോദ്യങ്ങളൊക്കെ നമ്മൾ ലൈവിൽ ചെയ്യും മക്കളെ. സോ അങ്ങോട്ട് എല്ലാവരും വന്നേക്കുക, അടിപൊളിയാക്കണം. നമുക്ക് നാളത്തെ എക്സാം ഫുൾ മാർക്ക് തന്നെ നേടണം. സൈനിങ് ഓഫ്.